ഇന്ന് എന്റെ പുത്രന്റെ ബർത്ത്ഡേ ആണ്. രാവിലെ പെട്ടെന്നാണ് കേട്ടോ ഫോട്ടോ നമുക്ക് എടുത്താലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിനേക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ്. ഈ രണ്ടിലേത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണം. ആദ്യം എടുത്ത ശേഷം യാശുവിന് എടുക്കാൻ കയറി. ഇതൊക്കെ ഇഷ്ടമായൊക്കെ ചെയ്തു. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്കും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈറ്റ് എടുക്കണ്ടെന്ന് വെച്ച് അത് എടുക്കാതെ പോകുന്നു. നാളെ ഒന്നുകൂടെ വന്ന് തിരയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മധുഹൂത്തി എന്നിട്ട് ഞങ്ങൾ കഴിച്ചേനെ. പിറ്റേ ദിവസം ഞാൻ ഈ യാശും കൂടി എന്നിട്ട് നിലമ്പൂർ പോയി നോക്കിയേനെ. എന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്തേനെ. എനിക്ക് എന്തായാലും പെട്ടെന്ന് എന്റെ കണ്ണിൽ കയറാണ് റോംബർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഈ കുട്ടികൾ റോംബേഴ്സ് ഇട്ടിറക്കുന്നത്. അത് ആകെ സെറ്റ് ഉള്ളേന്നു. അപ്പൊ ഞാൻ അതിനെ എടുത്തു. പിന്നെ അന്നെ യാശുവിന് മുടിയൊക്കെ വെട്ടാൻ കൊണ്ടേയിട്ടു. എന്താ അറിയില്ല ഓൻ അടങ്ങിയിരുന്നു. കണ്ടിട്ട് ഇക്കന്നെ എന്തോ പോലെ. അല്ലെങ്കിൽ ഓൻ അങ്ങനെ അടങ്ങിയിരിക്കാറൊന്നുമില്ലേ. എന്തെങ്കിലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്താലും ഓൻ അങ്ങനെ ഇരിക്കുള്ളൂ. ഇത് യാശുവിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. മിർഷാദ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് ഞങ്ങളെ ഫോട്ടോഗ്രാഫർ. എനിക്ക് ഈ ഫോട്ടോസൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഫോൺ വയ്ക്കാൻ ഞങ്ങൾ ഞാവലുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങാൻ പറയും. പിന്നെ ഞങ്ങൾ ഇതാ കേക്കിനുള്ള ഓർഡർ കൊടുക്കാനായിട്ട് പോയത്. നടുവത്തുള്ള ഇന്ത്യൻ ബേക്കേഴ്സിൽ നിങ്ങൾ കൊടുത്തത് കേക്കും നല്ല രസം എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ കേക്ക് വാങ്ങാൻ വന്നപ്പോൾ പപ്സും ലൈമും കൂടെ കുടിച്ചു. ഇതാ രാത്രി 12 മണിയായപ്പോൾ യാശു നല്ല ഉറക്കാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ വിഷൊക്കെ ചെയ്തിടുന്നു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു. യാശുവിന് ഇപ്പോഴും 2 വയസ്സായി എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മേലെ കൂടെ ഡോക്ടർ ബിൻസിയ നിനക്ക് ആൺകുഞ്ഞാണ് കേട്ടോ ഇത് പറഞ്ഞതേ ഇപ്പോഴും ഓർമ്മയുള്ളൂ. ഇത് രാഗില്ല അച്ഛൻ വാങ്ങിക്കൊടുത്ത സൈക്കിൾ. അപ്പോൾ അതിന് മുറ്റത്ത് കൂടെ ഓടിക്കാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. അപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.